ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുമായിട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. റവ വെച്ചിട്ടാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നും വരില്ല. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ പ്ലീസ്. അങ്ങനെ പറയാൻ കാരണം എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1.5 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വരെ തൈര് എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളി ചേർക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഇത് പുളിയുള്ള ഐറ്റം ഒന്നും അല്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിങ്ങനെ ഒരു ബാറ്ററാക്കി എടുക്കണം. നല്ല ഓവർ തിക്കും ആവരുത്, എന്നാലും ഓവർ ലൂസും ആവരുത്. ആ രീതിയിലാണ് നമുക്കിത് ബാറ്ററാക്കി എടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി അത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ് അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് അതൊന്ന് വരുന്ന സമയത്ത് പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിക്കൻ ആയാലും മുട്ടയാണെങ്കിലും ഒക്കെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. അത് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഈ ഒരു അപ്പം വേണ്ടത്, വലിപ്പം വേണ്ടത്, അതിനനുസരിച്ച് വേണം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ അളവിന് 2 വലുതും 1 ചെറുതുമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഒന്നെ നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത്രയും വലുപ്പമുണ്ട് കേട്ടോ ഇത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അല്ല, ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിരുന്ന് ഒരു 2 മിനിറ്റ് വേവിച്ച്, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഏകദേശമൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതുപോലെ തന്നെ അടുത്തതും ചുട്ടെടുക്കാം. അതും ഞാൻ ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഫില്ലിങ് ഇട്ട ശേഷം അതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിപ്പോൾ ചെയ്ത പോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കറിയൊന്നും വേണ്ട. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 വലുതും 1 ചെറുതും ആയിട്ടുള്ള ഈ ഒരു സംഭവം റെഡി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ പോലുള്ള മടിച്ചികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ഫില്ലിങ്ങും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങയും പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.